വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 32-33 വേദവാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ വായിക്കുന്നു. The Gospel of Luke, chapter 24, verse 32 and 33. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് ജെറുശലേമിലേക്ക് മടങ്ങിപ്പോരുന്നു. ഈ സന്ദേശം, ഈ വേദഭാഗം ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, കഴിഞ്ഞതിന്റെ മുൻപിലത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ പരിശുദ്ധാത്മാ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ച്, തന്റെ കപ്പൽ യാത്രയെ കുറിച്ച് പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, കർത്താവേ, ആ വചനഭാഗം ചില നാളുകൾക്ക് മുൻപ് ഞാൻ പ്രസ്താവിച്ചതായിരുന്നല്ലോ, വീണ്ടും എന്തിനാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്? കർത്താവ് പറഞ്ഞു, അല്ല മോനെ, നീ വീണ്ടും അത് ശുശ്രൂഷിക്കണം. അതിലൂടെ എനിക്ക് വലിയൊരു കൂട്ടം ജനത്തോട് സംസാരിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ എൻ്റെ ആലോചന അറിയിച്ച് വിടുവിക്കുവാനുണ്ട്. പ്രിയരെ, എത്രയോ ഫാസ്റ്റിംഗ് പ്രയറുകൾ, എത്രയോ മീറ്റിങ്ങുകൾ തുടർമാനമായി ആലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അന്ന് രാത്രി ഞാൻ എടുത്ത മെസ്സേജിന് ലഭിച്ച ടെസ്റ്റ് മണികൾ പോലെ ഒരു മെസ്സേജിനും ഒരു ടെസ്റ്റ് മണികൾ ലഭിച്ചിട്ടില്ല. കാരണം അത്രമാത്രം സാക്ഷ്യങ്ങളായിരുന്നു അതിലൂടെ വന്നത്. അതുപോലെ തന്നെയാണ് വീണ്ടും പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുവാൻ എന്നോട് ആവശ്യപ്പെടുന്നത്. ഈ മെസ്സേജ് ഇന്ന് ഒത്തിരി സാക്ഷികളെ ഉണ്ടാക്കിയെടുക്കും. ഇന്നത്തെ മെസ്സേജ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയെടുക്കും. ഒത്തിരി പേരുടെ ലൈഫ് ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇന്നത്തെ മെസ്സേജിനെയും ഈ നവംബർ മാസം 14 ഞായറാഴ്ചത്തെ സന്ദേശത്തെയും മാറ്റും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മിൽ ചെയ്യട്ടെ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവര് തമ്മിൽ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഏതോ ഒരു വലിയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ഈ സംഭവം? ആരാണ് വഴിയിൽ സംസാരിച്ചത്? ആരാണ് തിരുവെഴുത്തുകളെ തെളിയിച്ചത്? ആരാണ് തമ്മിൽ തർക്കിച്ചത്? ഈ 32 വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും, വഴിയാത്രയിൽ, ഒരു യാത്രാമധ്യയിൽ സംഭവിച്ച ഒരു സംഭവത്തിന്റെ ആഴങ്ങളാണ് പരിശുദ്ധാത്മാവിടെ വ്യക്തമാക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ അതിന്റെ 13 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 13 വാക്യം. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ,
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴി നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇതാ ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്നും എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് രണ്ട് വ്യക്തികൾ നടക്കുകയാണ്. ആ നടക്കുന്ന രണ്ട് വ്യക്തികൾ ഏതോ ഒരു വിഷയത്തെ കുറിച്ച് തമ്മിൽ തർക്കിക്കുന്നുണ്ട്. പ്രാരംഭത്തിൽ തന്നെ ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് നടക്കുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ആരാണ്? സാധാരണ നിലയിൽ പ്രസംഗകർ, ബൈബിൾ പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർ മനസ്സിലാക്കുന്ന, പ്രസംഗിക്കുന്ന, പറയുന്ന ഒരാശയം ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ എന്നാണ്. എന്നാൽ നാം അറിയേണ്ട സത്യം, ഈ തർക്കിക്കുന്ന, വാദിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, യേശു കർത്താവ് അവരുടെ തർക്കങ്ങളും വാദങ്ങളും അവരറിയാതെ അവരോടൊപ്പം നടന്ന് കേട്ടിട്ട് അവരെ ബലപ്പെടുത്തുമ്പോൾ ഈ വ്യക്തികൾ ആരാണ്? ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. വാക്യം 18, ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നാൾ അറിയാതെ യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് അവിടെ വ്യക്തമാണ്. ആ മനുഷ്യന്റെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. എന്നാൽ ക്ലെയോപ്പാവിന്റെ കൂടെ നടക്കുന്ന രണ്ടാമത്തെ കഥാപാത്രം ആരാണ്? ഒന്നാമതായി രണ്ടാമത്തെ വ്യക്തിത്വം ഒരു സ്ത്രീ കഥാപാത്രമാണ്. അത് സ്ത്രീ കഥാപാത്രമാണെന്നുള്ളതിന്റെ തെളിവ് ഒത്തിരി ഈ ഭാഗത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ പറയാം. എന്നാൽ ആ സ്ത്രീ കഥാപാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അത് മറ്റാരുമല്ല, അത് ക്ലെയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ്. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദറെ, പാസ്റ്ററെ, ക്ലെയോപ്പാവിന് ഭാര്യ ഉണ്ടോ? ആ ഭാര്യയാണ് കൂടെ നടന്നതിന് എന്താ തെളിവ്? വ്യക്തമായി തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തിൽ നമുക്ക് കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലായിരിക്കുന്ന യേശു കർത്താവിന്റെ അമ്മയായ മറിയത്തെയും ആ അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു, അല്ലെ? യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ. എന്ത് വ്യക്തമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അപ്പൊ ക്ലെയോപ്പാവിന് ഭാര്യയുണ്ട്. ആ ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെ പേരും മേരി, മറിയം എന്നാണ്. ഇത് സ്ത്രീ കഥാപാത്രമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ക്ലെയോപ്പാവാണ്, ക്ലെയോപ്പാവിന്റെ ഭാര്യയാണ്. തെളിവ് ഒന്ന് പെട്ടെന്ന് തന്നു പോയേക്കാം. ഈ രണ്ടാമത്തെ കഥാപാത്രം പറയുന്ന വാക്ക്, 22-ാമത്തെ വാക്ക്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. എന്റെ ചില കൂട്ടുകാരികൾ രാവിലെ കല്ലറയ്ക്കൽ പോയി, അവന്റെ ശരീരം കണ്ടില്ല. അപ്പൊ എന്റെ ചില കൂട്ടുകാരികൾ, എന്റെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അതൊരു സ്ത്രീ കഥാപാത്രമാണ്. ഇനി ഇത് കുടുംബമാണ് എന്നുള്ളതിന്റെ തെളിവ് ഇവരുടെ ഭവനത്തോട്, വീടിനോടടുത്തപ്പോൾ അവർ ഒരുമിച്ച് പറയുന്നുണ്ട്, ഇന്ന് സന്ധ്യയായി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ പാർക്ക എന്ന് ഇവർ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് യേശുവാണെന്നറിയാതെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഇത് ഭാര്യയും ഭർത്താവും ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പ്രിയരെ? ഇവർ രണ്ടുകൂടെ പോയപ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയത്, തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോയത് ഏറ്റവും വലിയ തെളിവല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വിഷയത്തെ കുറിച്ച് തമ്മിൽ തർക്കം ഉണ്ടായത്. അപ്പോ ഒന്ന്, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ആരെന്ന് വെച്ചാൽ, ഒന്ന് ക്ലെയോപ്പാവ്, രണ്ട് ക്ലെയോപ്പാവിന്റെ ഭാര്യയായ മറിയം. ഇവര് രണ്ടും ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. ഇനിയാണ് ഈ മെസ്സേജിന്റെ അതിപ്രധാനപ്പെട്ട ആഴങ്ങൾ ദൈവാത്മാവ് നിങ്ങളെ അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ജെറുസലേം എന്ന പട്ടണം വിട്ട് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയതിന്റെ കാരണം? അതിന്റെ കാരണം
വളരെ വ്യക്തമായി ക്ലെയോപ്പാവ് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വാടിയ മുഖത്തോടെ നിൽക്കുമ്പോഴാണ് യേശു കർത്താവ് അവരോട് ചോദിക്കുന്നത്, വാട്ട് ഹാപ്പൻ ടു യു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അപ്പൊ അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖത്തൊരു വലിയ സന്തോഷമില്ല. പ്രത്യേകിച്ച് ക്ലെയോപ്പാവിന്റെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പോഴാ കർത്താവ് ചോദിക്കുന്നത്, എന്താ ക്ലെയോപ്പാവേ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്ന, വല്ലാതെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്ലെയോപ്പാവ് അതിന് ഉത്തരം പറഞ്ഞത്, അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ സഹോദര, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ദൈവത്തിനും സകല ജനത്തിനും മുൻപേ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ പ്രയാസം. വാക്യം, സ്തോത്രം, അതിന്റെ 20-ാമത്തെ വാക്യം: നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ഭയങ്കരമായിട്ട് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 ദിവസമാകുന്നു. അപ്പോ ക്ലെയോപ്പാവിന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം, ക്ലെയോപ്പാവിന്റെ ഭാര്യയും ക്ലെയോപ്പാവും തർക്കിക്കുന്നതിന്റെ കാരണം യേശു കർത്താവിന്റെ കാൽവറി മരണമാണ്. ആ സംഭവം അവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഭവം അവരെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വ്യക്തമായി ക്ലെയോപ്പ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ: അവൻ സകലരെയും വീണ്ടെടുക്കുവാനുള്ള പ്രവാചകൻ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രക്ഷകൻ, മശിഹ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. ഹാലലൂയ, അവൻ വീണ്ടെടുപ്പുകാരനെന്ന് മശിഹായാണെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് 3 നാളാകുന്നു. ഞങ്ങളുടെ ആശകൾക്കും ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും വിപരീതമായി ഉണ്ടായ കർത്താവിന്റെ ക്രൂശ് മരണമാണ് ഞങ്ങളുടെ നിരാശയുടെ കാരണം എന്ന് പറയുന്നത്. For today's meditation, the scripture portion has been taken from Luke chapter 24, verse 22 to 23. It goes like this: they asked each other, were not our hearts burning within while he talked with us on the road and opened the scriptures to us? They got up and returned at once to Jerusalem. There they found 11 and those with them assembled together. This passage, you find that 2 people are talking each other, debating each other. We don't know who they are, but if you go to the context, you can understand right from verse 13. You understand 2 people are journeying together, 2 individuals are journeying together, and they have some debate between them. Verse 16 clearly says that one among them is Cleopas, and the other individual is of course a woman, and that means not some other woman, but she is the wife of Cleopas. How can you say that this is the wife of Cleopas? John chapter 19 verse 25, Mary, wife of Cleopas. It's clearly given who was the wife of Cleopas. It's Mary. So these 2 people were walking together. The second evidence, verse 22, my friends, some women went to the sepulchre of Jesus, and they found an empty tomb and they came back. So that means her friends went to the tomb. That means she was also among them. Then they invited, both of them invited Jesus Christ into their homes. So then again, it's a family invitation, you can imagine. And the next evidence, the final evidence, something funny, as the pastor said, as they were going, they were debating each other. So that could probably be a family moving together, husband and wife. Now, these people were sad as Jesus was moving together with them. Jesus asked them, what's the problem? Why are you debating? What's the matter? So that means they had a sulky, sullen face. So because of that, they understood, Jesus understood there is some problem which is severely bothering them. And the question to Jesus Christ from them was, didn't you know all these things that happened in Jerusalem? Only you didn't know all these things. Verse 19, Jesus of Nazareth, the hope of Israel, the Messiah of Israel, the powerful prophet who was powerful in words and deeds. We thought that he is the hope of Israel. He will redeem the people from the clutches and bondages. And he was killed by the Romans, and he was crucified by the Romans, and he was crucified, he was killed.
3 days passed, nothing happened, and we are walking back home, and there is no hope. 3 days passed, nothing is there for us to hope. This is the situation they had, and they were debating about these things each other. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ ക്ലയോപ്പാവിന്റെ ഭാര്യയായ മേരിയും യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. നമുക്കറിയാം, ശിഷ്യന്മാർ പോലും പലരും ഓടി ഒളിച്ചപ്പോഴും കുരിശിന്റെ ചുവട്ടിൽ വരെയും ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ വരെയും ക്ലയോപ്പാവിന്റെ ഭാര്യയായ മേരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബം എത്രത്തോളം കർത്താവിന്റെ ശുശ്രൂഷയിൽ കമ്മിറ്റഡ് ആയിരുന്നെന്നും, എത്രത്തോളം യേശുവിന്റെ ശുശ്രൂഷയെ അവർ സ്നേഹിച്ചിരുന്നെന്നും, എത്രത്തോളം കർത്താവിൽ അവർ ആശയും പ്രതീക്ഷയും വെച്ചിരുന്നെന്നും വ്യക്തമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട് പ്രിയരെ. നമ്മൾ നിരാശരാകുന്നതിന്റെ കാരണം, നമ്മുടെ മനസ്സിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒത്തിരി നമ്മൾ ഡൗൺ ആയി പോകുന്നതിന്റെ പലപ്പോഴുമുള്ള കാരണം ഇത് തന്നെയാണ്. ക്ലയോപ്പാവിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നതായ സാഹചര്യത്തിൽ, വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യേശു ചോദിക്കുമ്പോഴാണ് എൻ്റെ ആശകൾക്കും ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും വിപരീതമായ ഒരു സംഭവം ജെറുസലേമിൽ ഉണ്ടായി എന്ന് ക്ലയോപ്പാവ് യേശു ക്രിസ്തുവിനോട് യേശുവാണെന്നറിയാതെ പങ്കുവെക്കുന്നത്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആശകൾക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും വിപരീതമായി എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അത് സംഭവിച്ചില്ല, നിങ്ങളുടെ പ്രതീക്ഷകൾ പോലെ അത് നടന്നില്ല, നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോയില്ല, അത് നിമിത്തം നിങ്ങളുടെ അകത്തൊരു നിരാശ കയറി നിങ്ങൾ ഡിപ്രസ്ഡായി, നിങ്ങൾ ഡൗൺ ആയിരിക്കുന്നെങ്കിൽ, ക്ലയോപ്പാവിന്റെയും മേരിയുടെയും അരികിൽ വന്ന യേശു ഈ സഭായോഗത്തിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന സത്യം കൂടെ ഞാൻ വ്യക്തമാക്കുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്കാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പോൾ നടക്കുന്നത്. ജെറുസലേം ആരാധനയുടെ കേന്ദ്രമാണ്. ജെറുസലേം അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ്. ജെറുസലേം പട്ടണത്തിൽ പുരോഹിതന്മാരും ലേവ്യരും ശുശ്രൂഷകരുമുള്ള പട്ടണമാണ്. സമൃദ്ധിയുടെ പട്ടണമാണ്. അനുഗ്രഹത്തിന്റെ പട്ടണമാണ്. സിയോൻ പട്ടണമാണ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിന്റെ പട്ടണം വിട്ട് ആരോരുമില്ലാത്ത ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക്, ആരോരുമില്ലാത്ത സ്ഥലത്തേക്ക്, ഒരു ചരിത്രങ്ങളും സംഭവിച്ചിട്ടില്ലാത്ത മറ്റൊരിടത്തിലേക്ക്, ഈ എമ്മൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 7 മൈൽ 11 കിലോമീറ്ററോളം ഇവർ നടക്കുകയാണ്. ഇവർ നടക്കാൻ തീരുമാനിക്കുകയാണ്. ഉയർച്ചയിൽ നിന്ന് ഇവർ രണ്ടുപേരും താഴ്ചയിലേക്ക് പോകുന്നു. നന്മയിൽ നിന്ന് ഇവർ രണ്ടുപേരും തിന്മയിലേക്ക് പോകുന്നു. പ്രത്യാശയിൽ നിന്ന് ഇവർ രണ്ടുപേരും നിരാശയിലേക്ക് പോകുന്നു. വിശ്വാസത്തിൽ നിന്ന് ഇവർ രണ്ടുപേരും പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു കർത്താവ്, ബൈബിൾ പറയുന്നു, യേശു താനും അവരോട് കൂടെ ചേർന്ന് നടക്കുവാൻ തയ്യാറായത്. പലപ്പോഴും മനുഷ്യർ നമ്മൾ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മളോടൊപ്പം വരുന്നു. നമ്മൾ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അരികിൽ അവൻ സ്നേഹം പങ്കുവെക്കാൻ വരുന്നു. നമ്മൾ ഭയങ്കര വിശ്വാസവും ശുശ്രൂഷയും ഒക്കെ ഉള്ളവരായിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു കർത്താവിന്റെ പ്രത്യേകത, ആമീൻ, നിന്റെ താഴ്ചയിൽ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ നിരാശയുടെ നടുവിൽ എല്ലാവരും നിന്നെ മറന്നു കളയുമ്പോഴും, ആരും നിന്നെ ഓർക്കാതിരിക്കുമ്പോഴും നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, നിന്നെ കൈവിടാത്തൊരു ദൈവം, നിന്നെ മറന്നു കളയാത്തൊരു ദൈവം നിന്നോട് കൂടെ ചേർന്ന് നടക്കുവാൻ, നിന്റെ കുടുംബത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ ഇന്ന് പകലിൽ അവൻ ആഗ്രഹിക്കുകയാണ്. So this Mary, wife of Cleopas, was at the foot of Jesus' cross. That means toward the end of Jesus' ministry, even to the last moment, these couple were closely following the ministry of Jesus. They were the part and parcel of Jesus' ministry, and they were participants of Jesus' ministry. But now the situation has totally changed. They hoped something great of Jesus. They thought that he will be delivering all these people from the clutches of the Roman bondage, but nothing happened. Jesus Christ passed away. 3 days passed away, and they are in total turmoil. They are in total distress. They are in total depression. And at
this very low point in their life, Yes. Jesus chose to walk close with this couple. In your life, as the pastor said today, if you are going through such a great depression, things had happened against you, all the things worked against you, you are in great despair, and the Lord says today, Jesus Christ chooses to walk along with you, and that's the message for today. And what is Jerusalem? What the significance of Jerusalem Yeah. and Emmaus? Jerusalem is the house of God. Yeah. It is the city of God. Amen. It is the city of blessing. Yes. They are going from a city of blessing Yes. into an unknown place, a place of no historical significance. They are going from a highly elevated place into a lowest point. They are going from faith into faithlessness. They are going from hope into despair. And in such a situation, Yeah. is Jesus closely walking with them. Usually people walk with people when people go from might to might, from strength to strength. People choose to walk, but nobody will ever walk with the person who is plunging into despair. But today Jesus walks so closely with the person who has lost everything in life, who has lost every hope in life, and today God is closely Amen. walking with you. He is a person who is very present help in the time of your trouble. എനിക്ക് ഇവിടെ നിങ്ങൾ ഈ ബൈബിളിൽ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആ പദം വിട്ടുപോകരുത്. ചേർന്ന് നടന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചേർന്ന് നടന്നു. നമുക്ക് ഒരാളുടെ കൂടെ നടക്കാൻ പറ്റും, അകന്ന് നടക്കാൻ പറ്റും, പുറകിൽ നടക്കാൻ പറ്റും, ഫ്രണ്ടിൽ നടക്കാൻ പറ്റും. ചേർന്ന് നടക്കുക എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര ഒരു ആത്മീക മർമ്മം മറഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈ ക്ലെയോപ്പാവും മേരിയും വളരെ നിരാശരാണ്. അവരുടെ മനസ്സിൽ ഒരു സന്തോഷമില്ല. അതുകൊണ്ടാണ് അനുഗ്രഹത്തിന്റെ നന്മയുടെ പട്ടണമായ ജെറുസലേം വിട്ടിട്ട് അവർ എമ്മൗസിലേക്ക് പോകാൻ ക്ലെയോപ്പാവും മേരിയും തീരുമാനിച്ചത്. ആ ഗ്രാമത്തിലേക്ക് അവർ നടക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. എന്നാൽ യേശു അവരോട് ചേർന്ന് നടന്നു എന്ന് പറയുമ്പോൾ ആ ആത്മീയ സന്ദേശത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സത്യം, എപ്പോഴും നമ്മുടെ മനസ്സിലൊരു നിരാശയോ തകർച്ചയോ വരുന്ന ആ ഗ്യാപ്പിലാണ്, ആ വിടവിലാണ് സാത്താൻ നമ്മുടെ അകത്ത് കയറുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിടുതൽ ഉണ്ടായില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ആയില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബിസിനസ്സിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടായില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഹൈലി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ല. ആ സമയത്ത് നമ്മുടെ അകത്ത് കയറുന്ന ഒരു നിരാശയുണ്ട്, ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഡൗൺ ആകുന്ന ഒരു അനുഭവമുണ്ട്. ഇവിടെ ആ സമയത്തെ, ആ സാഹചര്യത്തെ, ആ ഗ്യാപ്പിനെ, ആ വിടവിനെ പിശാച് മുതലെടുക്കുന്നു. ആ വിടവിലൂടെ അവന്റെ അകത്ത് കയറി സാത്താൻ പലപ്പോഴും പറയുന്നു, എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാം അവസാനിച്ചില്ലേ, ഇനി എന്തിനാ ജീവിക്കുന്നത്, മരിച്ചു കളഞ്ഞേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്ക്, അല്ലെങ്കിൽ നിനക്കിനി ഒരു മിനിസ്ട്രി ഇല്ല, നിനക്കിനി ഒരു ഫാമിലി ഇല്ല, നിന്റെ മക്കൾ ഇനി നന്നാകാൻ പോകുന്നില്ല, നിന്റെ ഭവനത്തിൽ ഇനി ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല, ഈ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ സംഭവിക്കില്ല, നിനക്കിനി ആ നന്മ വെളിപ്പെടാൻ പോകുന്നില്ല. ഈ ഗ്യാപ്പിലൂടെ സാത്താൻ അകത്ത് കയറി വന്ന് കുറേയും കൂടെ നിന്നെ ഡൗൺ ആക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ ഒരു ഡിപ്രസ്ഡ് ആയി നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തെ, ആ ഒരു ബലഹീന അവസരത്തെ പിശാച വിടവുകളിലൂടെ കയറി വന്ന് മുതലെടുത്താണ് പലരെ ആത്മഹത്യയിലേക്ക് ഒരു കുപ്പി വിഷത്തിലും ഒരു കയറിലുമൊക്കെ സാത്താൻ തീർത്തു കളഞ്ഞത്. എന്നാൽ ഈ കുടുംബം നിരാശപ്പെട്ടിരിക്കുമ്പോൾ പിശാചിന് കയറി വരാൻ വിടവുകളില്ലാതെ യേശു താനും അവരോടുകൂടെ ചേർന്ന് നടന്നു. ശത്രുവിന് ഗ്യാപ്പ് കൊടുക്കാതെ ദൈവ സാന്നിധ്യം ആ ഗ്യാപ്പുകളെ അവിടെ ഫില്ല് ചെയ്യുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, പിശാചിന് കയറി വരുവാൻ മനുഷ്യനായി നിങ്ങളായി ഉണ്ടാക്കിയ ചില വിടവുകളെ, ചില ഗ്യാപ്പുകളെ ദൈവ സാന്നിധ്യം അടയ്ക്കുകയാണ്. ഇനി അതിലൂടെ ഒരു ചോർച്ച സംഭവിക്കുകയില്ല, ഇനി അതിനകത്തൂടെ ഒരു ചോർച്ച ഉണ്ടാകുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്തു കളയുവാൻ, നിന്റെ നന്മകളെ ഇല്ലാതെയാക്കുവാൻ, വഴിയിൽ നിന്നെ ഉടച്ചു കളയുവാൻ, നിന്റെ
ശുശ്രൂഷകളെ, നിന്റെ സന്തോഷത്തെ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, നന്മകളെ, ആ ജോയിയെ, ഗ്ലാഡ്നെസ്സിനെ ഇല്ലാതെയാക്കി കളയുവാൻ ശത്രു ഉണ്ടാക്കുന്ന സകല വിടവുകളെയും യേശു കർത്താവ് ആ ഗ്യാപ്പിലേക്ക് കയറി വരികയാണ്. സൻബല്ലത്തുമാം തോബിയാവും ജെറുസലേമിന്റെ മതിലിന്റെ പണികൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ വിടവുകളുള്ള സ്ഥലങ്ങളിൽ അവർ ഓരോരുത്തർ കയറി നിന്ന് യുദ്ധം ചെയ്തതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ. Jesus was walking closer and closer with this couple as they were moving from hope into hopelessness. As it's written there, Jesus drew near. Jesus walked close. What was the situation? They were totally in despair. They were totally depressed. And it was in that situation Jesus drew near. Usually Satan enters into any person's life when they undergo significant struggles in their life. There is some breach of faith. There is some form of gap that has formed between them and God. And usually Satan capitalizes that situation, that weakness, that point when they were going through a lean patch, and Satan capitalizes that situation and brings despair and depression, and finally they plunge into different decisions in their life, even to take their own life. And what happens here, Jesus Christ steps into the situation. When Satan was planning to bring some sort of bad things in their life, Jesus systematically steps into the situation. Jesus did not give any form of foothold for the Satan, and he critically entered into that situation and redeemed these people's life. And as the dear pastor said today, the presence of God is filling that breach that has happened in your life. Satan is trying to kill and destroy and to steal the joy the Lord has given. And here Jesus is stepping into your life, and angels are doing their ministry in your family, in your children's life, in your ministry. When Sanballat and Tobiah are trying to make problems against the work of God, the Lord is trying to build up the walls which he has prepared. All the walls which are broken down are in front of him, and he will build it up at the proper time by bringing right people in right situations. ഈ മെസ്സേജ് ഞാൻ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. സഹോദര സഹോദരി, താങ്കളോട് നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ സാധിച്ചില്ല. നിങ്ങൾ വളരെ എക്സ്പെക്ടേഷനിലായിരുന്നു, നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷനിലായിരുന്നു. എനിക്കറിയത്തില്ല, വീണ്ടും അതിൽ നിന്ന് തന്നെ കർത്താവ് സംസാരിക്കുകയാണ്. ഇതാരോടുള്ള ഒരു ദൂതാണ്. വളരെ നിങ്ങൾ ഹൈലി എക്സ്പെക്ടേഷനോടുകൂടെ ആയിരുന്നു, പക്ഷേ ആ എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നടന്ന സംഭവം നിങ്ങളെ ഡൗൺ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിരാശപ്പെടരുത്, മനസ്സ് ഇടിഞ്ഞു പോകരുത്. ഇതാ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. സ്വർഗം അത് റെസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. നോക്കിയേ, ഇവരോട് കൂടെ കർത്താവ് ചേർന്ന് നടക്കുന്നു. ദൈവം മനുഷ്യരുടെ കൂടെ നടക്കുന്നു, ദൈവം അവരോടൊപ്പം നടക്കുന്നു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ ഇവർക്ക് പ്രത്യക്ഷമായി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആർക്കെല്ലാം അവന് പ്രത്യക്ഷനാകാനുണ്ട്, ശിഷ്യഗണങ്ങളുടെ അടുക്കൽ പോകാനുണ്ട്, അവരെ ഉറപ്പിക്കുവാനുണ്ട്, പലർക്കും കർത്താവിന് പ്രത്യക്ഷപ്പെടുവാനും അവരോട് ചില കാര്യങ്ങൾ അറിയിപ്പാനും ഒക്കെയുണ്ട്. എന്നാൽ തന്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച്, ഞാൻ അങ്ങനെ ഒരു പദം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, തന്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ഈ കുടുംബത്തിന്റെ കൂടെ 11 കിലോമീറ്റർ 7 മൈൽ ഇവരുടെ കൂടെ നടക്കാൻ യേശു തീരുമാനിക്കുന്നു. ഓർത്തേ, ഹല്ലേലൂയ, 11 കിലോമീറ്റർ നടക്കണമെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വേണ്ടേ പ്രിയരെ? 1.5 മണിക്കൂർ ഇല്ലാതെ നടക്കാൻ പറ്റും. 2 മണിക്കൂർ വേണം, അതിൽ കൂടുതൽ വേണമെങ്കിലേ ഉള്ളൂ. 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ഒരു 11 കിലോമീറ്റർ നോർമലി ഓടാതെ നടന്നു പോകാൻ. അങ്ങനെയാണെങ്കിൽ കർത്താവ് അവരുടെ കൂടെ മിനിറ്റുകളല്ല മണിക്കൂറുകളാണ് ആ കുടുംബത്തിന്റെ കൂടെ അവരറിയാതെ അവരോടൊപ്പം നടന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ. എന്താണ് അതിന്റെ കാരണം എന്നറിയാവോ? യേശു കർത്താവിന്റെ കാൽവറി മരണം വെളിപ്പെട്ടപ്പോൾ
പീഡസഹനങ്ങൾ വെളിപ്പെട്ടപ്പോൾ, യേശു കർത്താവിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വെളിപ്പെട്ടപ്പോൾ, ശിഷ്യന്മാർ ഉൾപ്പെടെ പലരും ഓടിപ്പോയപ്പോൾ, പലരും അവനെ മറന്നുപോയപ്പോൾ, പലരും അവനെ പരിഹസിച്ചപ്പോഴും തന്റെ പ്രതിസന്ധിയുടെ, വേദനയുടെ, യാതനയുടെ, പീഡനത്തിന്റെ, ക്രൂശ് മരണത്തിന്റെ നടുവിലും ആ കുരിശിന്റെ ചുവട്ടിലും ക്ലയോപ്പാവിന്റെ ഭാര്യയായ മേരി, മറിയ ഉണ്ടായിരുന്നു. പ്രിയരെ, യേശു കർത്താവിന്റെ വേദനയിൽ, പ്രയാസത്തിൽ, വെല്ലുവിളികളിൽ, കഷ്ടതയിൽ ഒപ്പം നിന്നൊരു കുടുംബമാണത്. ആ കുടുംബത്തിനൊരു നിരാശ വന്നപ്പോൾ, ആ കുടുംബത്തിനൊരു വേദന വന്നപ്പോൾ, ആ കുടുംബത്തിനൊരു വെല്ലുവിളി ഉണ്ടായപ്പോൾ, അവരുടെ മനസ്സ് തകർന്നപ്പോൾ യേശു തന്റെ പ്രോഗ്രാം എല്ലാം മാറ്റുകയാണ്. കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി നിന്റെ ഒരു കുഞ്ഞു വിരളെങ്കിലും നീ അനക്കിയിട്ടുണ്ടോ? കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിന്റെ ചുമൽ നീ കൊടുത്തിട്ടുണ്ടോ? കർത്താവിന്റെ രാജ്യത്തിനോ അവന്റെ നാമത്തിനോ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ ആയുസ്സിൽ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ഒരാവശ്യങ്ങളെയും മുടക്കാതെ, നിന്റെ സകല വിഷയങ്ങളിലും നിനക്ക് വേണ്ടി ഇടപെടുന്ന, നിന്റെ വേദനയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ മറന്നു കളയാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. പ്രിയരേ, ഹല്ലേലൂയ. Here what we find is Jesus Christ appeared to this couple the same day he was resurrected. Actually, Jesus had to make many other important appearances to important people. Many important appearances were in his program, but he cancelled all those appearances, and very importantly, he came to the rescue of these people. Why? Because it's written, as we already read, Mary was at the foot of Jesus' cross. That means they took Jesus' ministry so seriously, and they were participants of Jesus' ministry. Even to the last breath of Jesus, they followed so close to Jesus, and Jesus had to cancel everything when some sort of problem crept into these people's life. If you have lent a helping hand for the ministry, if you have done any favor to the ministry, if you have done anything to the advancement of the kingdom of God, when you are in trouble, when you are in turmoil, Lord will not go anywhere else. He will cancel every programs, he will cancel every other agendas, and he will come, and at the rescue, for your rescue, he will be coming down. He will be talking to you, walking close to you, and he will be delivering you from all your dilemmas. ഞാൻ വളരെ ശാന്തമായിട്ട് ഈ ഭാഗം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുകയാണ്. പ്രിയരെ, യേശുവിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, ആ വിടവുകൾ കൊടുക്കാതെ അവരോട് കൂടെ ചേർന്ന് നടക്കുന്നു. രണ്ട്, യേശു അവരുടെ മുഖം ശ്രദ്ധിക്കുന്നു. അവരുടെ മുഖം വാടിയിരിക്കുന്നത് യേശു ശ്രദ്ധിക്കുന്നു. രണ്ട്, യേശു കർത്താവ് അവരോട് ചോദിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം എന്ത് എന്നവർ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ തർക്ക വിഷയം? എപ്പോഴും തർക്കം ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണമല്ലോ. എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ്? എന്താണ് നിങ്ങളുടെ മുഖം വിഷമിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, അത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ കണ്ണുകളെയും അവരുടെ ചിന്തകളെയും കർത്താവ് നിരോധിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് ആ വാടിയ മുഖം ശ്രദ്ധിക്കുന്നു. യേശു കർത്താവ് അവരുടെ പ്രശ്നം എന്നാന്ന് അവരോട് ചോദിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ? നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ പലർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഹൃദയം ഒന്ന് വേദനിച്ചാൽ പലർക്കും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നാൽ ആരും അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് ഒരുപാട് ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കളുമാർ, ദൈവദാസന്മാർ, പാസ്റ്റർമാര്, വിശ്വാസികളെല്ലാം പറയുന്ന ഒരു സത്യമാണ്, ബ്രദറെ, പാസ്റ്ററെ, എന്നെ മനസ്സിലാക്കുന്ന ആരും ഇല്ലല്ലോ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആരും ഇല്ലല്ലോ, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ, ഞാൻ കടന്നു പോകുന്ന ആത്മീക പോരാട്ടങ്ങളെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ലല്ലോ, ഞാൻ അനുഭവിക്കുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ലല്ലോ.
ശരിയല്ലല്ലോ, പുറമേ നോക്കി മാത്രം ആൾക്കാർ വിലയിരുത്തുകയാണല്ലോ എന്ന് വിഷമത്തോടെ എന്നോട് വേദനകൾ പങ്കുവെച്ചവരോട് പ്രിയരെ, ചില സമയങ്ങളിലൊക്കെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ക്ലയോപ്പാവിന്റെ മുഖം യേശു ശ്രദ്ധിക്കുന്നു. അവന്റെ വാടിയ മുഖം യേശു ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടില്ലേ, എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. ഹല്ലേലൂയ. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞാൽ ദൈവത്തിന്റെ മിഴി നിറയും എന്നൊരു വരിയിൽ ഒന്ന് പാടാമോ അതിന്റെ വരികൾ? എന്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നനയും. എന്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആരോഗ്യമില്ലാതലഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നെ ആശ്രയം. നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. എത്ര പേർക്ക് ഈ അനുഭവം ക്ലയോപ്പാവിനെ പോലെ, തന്റെ ഭാര്യയെ പോലെ, ഈ പാടിയ വരികൾ പോലെ എത്ര പേർക്ക് ഈ അനുഭവം പങ്കുവെക്കാനുണ്ട് പ്രിയരെ? ഹല്ലേലൂയ. ക്ലയോപ്പാവിന്റെ വാടിയ മുഖത്തെ ശ്രദ്ധിച്ചവനായ യേശു, അവന്റെ ഹൃദയത്തിലെ നിരാശകളെ, വേദനകളെ, പ്രയാസത്തെ അവനോട് ചോദിച്ചറിയുന്ന കർത്താവ്, ഇന്ന് ആരും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും, പരിശുദ്ധാത്മാവ് വളരെ ആഴമായി, ഇന്നത്തെ മെസ്സേജ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും യേശു നിങ്ങളെ കേൾക്കുവാനുണ്ട്. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും യേശു നിങ്ങളുടെ ഓരോ മൊമെന്റ്സിനെയും, നിങ്ങളുടെ മുഖം വാടുന്നത്, നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾ കരയുന്നത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ബഥാനിയിൽ ലാസറിന്റെ ഭവനത്തിൽ മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീർ കണ്ടപ്പോൾ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യവും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമല്ലേ, യേശു കണ്ണുനീർ വാർത്തു, യേശു അവരോട് കൂടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണ് നിറയുമ്പം യേശുവിന്റെ കണ്ണ് നിറയുന്നു. നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ കർത്താവിന്റെ ഹൃദയം തകരുന്നു. നിങ്ങൾ വേദനിക്കുന്നത് കാണുവാൻ ഒരിക്കലും യേശു ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഏതൊക്കെയോ കുടുംബങ്ങളിൽ, വ്യക്തിത്വങ്ങളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ സന്ദർശനം ഉണ്ടാകുകയാണ്. കർത്താവ് നിങ്ങളുടെ പേഴ്സിനെ ശ്രദ്ധിക്കുന്നു. കർത്താവ് നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ അടുക്കളയിലെ സാധനങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്താണ് കുറവുള്ളത്? എന്താണ് എൻ്റെ കുഞ്ഞിന് കുറവുള്ളത്? നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ശ്രദ്ധിക്കുന്നു. എന്താണ് എൻ്റെ കുഞ്ഞിന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത്? എന്താണ് എൻ്റെ കുഞ്ഞിന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തത്? എന്താണ് എൻ്റെ മകൻ, എൻ്റെ മകൾ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ ഹൃദയം തകർന്ന് നിരാശപ്പെട്ട്
ഒറ്റപ്പെട്ട് വല്ലാത്ത ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെ ആയിരിക്കുന്നത്. ഇല്ല കുഞ്ഞെ, ഇല്ല. നിന്നെ അതിൽ തുടരാൻ നസ്രയൻ അനുവദിക്കുകയില്ല. നിന്നെ അതിൽ തുടരാൻ യേശു അനുവദിക്കുകയില്ല. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന പകലാണ്. സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തെ സന്ദർശിക്കുന്ന ഒരു ഡിവൈൻ എൻകൗണ്ടർ ഡേ ആണ്. ഹല്ലേലൂയ. Jesus watched their face so closely and so intently, and Jesus understood that these people have some sort of sadness in their life and their face was totally downcast, and he asked about their problem. He is asking, what happened to you? What is the thing which you are discussing now? And today everyone complains the fact that nobody cares for them, nobody understands them, nobody understands the challenges that people are undergoing, nobody understands that people have deep sort of remorses and failures and depression inside of them, and they are walking with all of those things, and nobody cares, nobody understands what happens in a human being's life. And today what the Lord says is, Jesus sees what happens in your life. Jesus closely watches what's going through your life, and Jesus understands what your problems are. He is a good listener. He is the one who watches over you, and you can find in the scripture the smallest verse of the scripture, but the biggest moment in the history of humankind. Jesus wept. And why did Jesus weep? By understanding, by seeing the turmoil, by seeing the sadness of the people around, he wept. And today he understands your problem, and he comes to your house, he visits your house, and he says to your ears that I understand your turmoil, and he holds you close to himself and says, why are you downcast, my soul? I will bring you out of all the depression and all the failures and all the problems Satan has made you to plunge into, and he is delivering you out of all those problems. And Jesus is in your home today. He will deliver you. Today is your day of deliverance. നമുക്കറിയാം, ക്ലയോപ്പാവും തന്റെ ഭാര്യ മേരിയും തമ്മിൽ തർക്കിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തർക്കമുണ്ടാകണമെങ്കിൽ ഒരു വിഷയം ഉണ്ടാകണം. ആ വിഷയത്തിനകത്ത് രണ്ടു പേർക്കും രണ്ട് അഭിപ്രായവും രണ്ട് അനുഭവം ഉണ്ടാകണം. അല്ലെങ്കിൽ തർക്കം ആകുകയില്ല. പരസ്പരം അത് എഗ്രി ചെയ്ത് പോകത്തേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ തർക്കിച്ചത്? എന്തായിരുന്നു ഇവരുടെ തർക്ക വിഷയം? 22-ാമത്തെ വാക്യത്തിൽ ക്ലയോപ്പാവിന്റെ ഭാര്യ അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിത്വം പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി, അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു. അപ്പോ എന്റെ കൂട്ടത്തിലുള്ള സഹോദരിമാർ കല്ലറയ്ക്കൽ രാവിലെ ചെന്നപ്പോൾ കല്ലറവാതിക്കൽ നിന്ന് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതും ദൈവദൂതന്റെ പ്രത്യക്ഷതയും അവിടെ ഉണ്ടായി. യേശു കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം, യാഥാർത്ഥ്യം ദൈവദൂതൻ വ്യക്തമാക്കി. മാത്രമല്ല, മഗ്ദലക്കാരുത്തി എന്ന മറിയയ്ക്ക്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരിയാണ്, കുരിശിന്റെ ചുവട്ടിൽ വരെയും ഞാനും ആ സിസ്റ്ററും ഉണ്ടായിരുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ആ മഗ്ദലക്കാരുത്തി മറിയയ്ക്ക് യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടായി. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യ മേരിക്ക് ഉറപ്പായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അപ്പോ ക്ലയോപ്പാവിന് ഇത് അങ്ങോട്ട് അംഗീകരിക്കാനും മേല. ക്ലയോപ്പാവ് ക്രൂശീകരണം മാത്രമേ കണ്ടുള്ളൂ. ക്ലയോപ്പാവ് ക്രൂശീകരണം കാണുക മാത്രമല്ല, നാട്ടുകാർ പറയുന്ന കഥകൾ മാത്രമാണ് അച്ചായന്റെ കാതിൽ എത്തിയത്. അത് മാത്രമാണ് പുള്ളി ഗ്രഹിച്ചത്. യേശു ഉയർത്തോ ഇല്ലയോ, ഇതായിരുന്നു ഇവരുടെ തർക്ക വിഷയം. ക്ലയോപ്പാവ് പറഞ്ഞു, നീ ചുമ്മാ ഇരിക്ക്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല. ഉയർത്തെഴുന്നേറ്റിരുന്നുണ്ടെങ്കിൽ അവന്റെ ശിഷ്യന്മാര് വന്നേനല്ലോ. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ വന്ന് നമ്മളോട് കാര്യം പറഞ്ഞില്ല. അവരെ കാണാൻ പോലും ഇല്ല, ഒളിവിലാണ്, സ്ഥലം വിട്ടു, അവരങ്ങ് ആ ദേശത്ത് പോലും ഇല്ല. പ്രൈസ് ഗോഡ്, ആരെയും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഉയർത്തിട്ടൊന്നുമില്ല, നിനക്ക് തോന്നിയതാ, വെറുതെ പറയുന്നതാ. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യ, ഇതാണ് റോഡിലെ സംസാരം. ഞാൻ പറയാ, ഇല്ലച്ചാ അങ്ങനെയല്ലച്ചാ,
എന്റെ കൂട്ടത്തിലുള്ള സഹോദരിമാർ രാവിലെ കല്ലറവാതിക്കൽ പോയി. കല്ലറവാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ച അവർ കണ്ടു. ദൂതന്മാരുടെ പ്രത്യക്ഷത അവൾക്കുണ്ടായി. നമ്മുടെ മഗ്ദലക്കാരത്തി മറിയയില്ലേ, മഗ്ദലക്കാരത്തി മറിയത്തിന് യേശു പ്രത്യക്ഷമായി. മഗ്ദലക്കാരത്തി മറിയം ഇത് അറിയിച്ചു. ഇതൊക്കെ സംഭവിച്ചതാ അച്ഛ, ഒന്ന് വിശ്വസിക്കേണ്ട അച്ഛ. ഇങ്ങനെ പറഞ്ഞോണ്ട് ഈ പുള്ളിക്കാരി ഇല്ലില്ല, അങ്ങനല്ല ഞാൻ കേട്ടത് അവനെ കട്ടോണ്ട് പോയി എന്നാണ്. നാട്ടുകാർ പറയുന്നത് അങ്ങനല്ല, അവനെ കട്ടോണ്ട് പോയെന്നാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയാതിരിക്കും. ഇങ്ങനെ ഈ ഒരു സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് ഇവര് തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോകുമ്പോഴാണ് ഇവരറിയാതെ ഇവരോടൊപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇങ്ങനെ ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ക്ലെയോപ്പാവിന്റെ കാതിലെത്തിയ വാർത്ത എന്നാന്നറിയാവോ? മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അന്നത്തെ കാലത്ത് ഒരു കഥ ഇവരെല്ലാം കൂടെ ഉണ്ടാക്കിയായിരുന്നു. ആ കഥയാണ് അച്ചായന്റെ കാതിലെത്തിയത്. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. 15 വാക്യത്തിൽ പറയുന്നുണ്ട്, വസ്തുത നാടുവാഴിയുടെ സന്നിധിയിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭരായിക്കൊള്ളാമെന്ന് പറഞ്ഞു. 15 വാക്യത്തിൽ പറയുന്നു, അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെയിൽ പരക്കെ നടപ്പായി. കഥയുണ്ടാക്കി. നമ്മളോട് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. കഥയുണ്ടാക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പ്രത്യേക ടോപ്പിക്കുകളോ സബ്ജക്റ്റുകളോ പോയിന്റ്സോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അറിയാലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ഒരു കഥയുണ്ടാക്കി. എന്താണ് അവരുണ്ടാക്കിയ കഥയെന്നറിയാവോ? കഥ ഇങ്ങനെയാണ്. യേശു കർത്താവിനെ കല്ലറയിൽ അടക്കി. യേശു കർത്താവിനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞ് എല്ലാവരെയും അടക്കിയതുപോലെയല്ല യേശുവിനെ അടക്കിയത്. അന്നത്തെ കാലഘട്ടത്തിൽ അതിശക്തന്മാരായ പട്ടാളക്കാർ, അതിശക്തമായ ഗവൺമെന്റ് ആയിരുന്നു റോമൻ ഗവൺമെന്റ്. അവരുടെ ശക്തന്മാരായ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാര്. 3 ബാച്ചായി ഷിഫ്റ്റ് വെച്ചിട്ട് ഇവരെ കല്ലറവാതിക്കൽ കാവൽ നിർത്തി. 2 വലിയ കല്ല് പലര് ചേർന്ന് ഉരുട്ടി കല്ലറയുടെ മുമ്പിൽ വെച്ചു. 3 റോമൻ ഗവൺമെന്റിന്റെ മുദ്ര അതിന്റെ മേൽ പതിപ്പിച്ച് ചങ്ങലയിട്ട് ഈ കല്ല് ക്രോസ് ചെയ്ത് പൂട്ടി. പ്രൈസ് ഗോഡ്. ഇങ്ങനെ കല്ലറ സുരക്ഷിതമാക്കി. കാര്യം എന്താണെന്നറിയാവോ? യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്കുവിൻ, ഞാൻ ഈ മന്ദിരത്തെ 3 ദിവസം കൊണ്ട് പണിയും, 3-ാം നാൾ ഞാൻ എഴുന്നേൽക്കും. ഈ മഹത്വം നിറഞ്ഞ ശക്തമേറിയ മഹത്വരമായ വാഗ്ദത്വത്തെ ശിഷ്യന്മാർ കേട്ടു, പുരുഷാരം കേട്ടു, ശത്രുക്കൾ കേട്ടു. എന്നാൽ ശിഷ്യന്മാർ ഇത് മറന്നു. പുരുഷാരത്തിൽ ചിലർ മറന്നു, ചിലർ ഓർക്കുന്നതായിരിക്കാം. എന്നാൽ ശത്രു ഇത് മറന്നതേയില്ല. വിശ്വാസിക്കില്ലാത്ത വിശ്വാസമാണ് യേശുവിനിൽ പിശാചിനുള്ളത്. വിശ്വാസിക്കില്ലാത്ത വിശ്വാസം പിശാചിനുണ്ടെന്ന് ഓർക്കണം. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് സക്സസ് ആകുമെന്ന് നിങ്ങളെക്കാൾ അധികം പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവിന്റെ നാമത്തിൽ നിന്നെയും കൊണ്ടൊന്നും അവൻ ജയിപ്പിക്കാതിരിക്കുന്നത്. നീ കൈപൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, സ്തുതിച്ചാൽ, സ്തോത്രം ചെയ്താൽ അതിനകത്ത് വിടുതൽ വ്യാപരിക്കുമെന്ന് നിന്നേക്കാൾ നന്നായി പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് നിന്നോട് ഇപ്പൊ മിണ്ടാതിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ നല്ല മനസ്സുള്ളവനായി അസൂയയില്ലാത്ത ഹൃദയത്തോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്താൽ അത് നിന്റെ ജീവിതത്തിലും നന്മയാകുമെന്ന് പിശാചിന് നിന്നേക്കാൾ ചൊവ്വേ അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെയും കൊണ്ട് അതൊന്നും ജയിക്കാതെ ബന്ധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബന്ധനത്തെ ഒക്കെ പൊളിച്ച് പൗലോസ് അണലിയെ തീയിൽ കളഞ്ഞതുപോലെ കളഞ്ഞ് നിനക്കൊന്ന് എഴുന്നേൽക്കാൻ പറ്റിയാൽ, നിനക്കിതൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കും. ശിഷ്യന്മാർ ഓടി ഒളിച്ചപ്പോഴും പുരുഷാരം ഇത് മറന്നപ്പോഴും ശത്രു ഇത് മറന്നില്ല. അതുകൊണ്ട് കല്ലറയുടെ സുരക്ഷ അവർ ഉറപ്പാക്കി. യേശു ക്രിസ്തു പറഞ്ഞ വാഗ്ദത്തം നിറവേറാതിരിക്കുവാൻ കല്ലുരുട്ടി വെച്ചു, ചെങ്ങല കൊണ്ട് ക്രോസ് ചെയ്തു, പട്ടാളക്കാരെ നിർത്തി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവീകമായ വാഗ്ദത്തം ജീവിതത്തിലുള്ള ദൈവമക്കളോട്, ദൈവഭൃത്യന്മാരോട്, പാസ്റ്റേഴ്സിനോട്, ശുശ്രൂഷകരോട്, കുഞ്ഞുങ്ങളോട്, സഹോദരന്മാരോട് ദൈവാത്മാ പറയുന്നു, ഒരു വാഗ്ദത്വമെങ്കിലും ഉള്ളവരെന്ന് കൈ ഉയർത്തി കാണിച്ചു. ഒരു പ്രോമിസ് എങ്കിലും ഉള്ളവർ ഒരു ആമീൻ പറഞ്ഞു. ലൈവ് ചാറ്റിൽ ഒരു ആമീൻ ഇട്ടെ. എന്നോട്, എൻ്റെ കുടുംബത്തോട് ഈ വചനത്തിനകത്ത് നിന്ന് ഒരു വാഗ്ദത്വവേലും കർത്താവ് തന്നിട്ടുണ്ടെന്നുള്ളപ്പോൾ ഒരു ആമീൻ പറഞ്ഞ് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പിശാചിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇത് നടക്കരുത്, ഇത് സംഭവിക്കരുത്. എപ്പോഴും ഓർക്കണം, ഇതാണ് തീമോത്തിയോസിനോട്
പൗലോസ് എന്ന തന്റെ ആത്മീക പിതാവ് പറഞ്ഞത്, മകനെ തീമോത്തിയോസേ, നീ എന്നോട് കേട്ട വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ നീ യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും ഈ പ്രോമിസ് നിന്റെ മേളിൽ വരില്ല. ഞാൻ നിന്നോട് പറഞ്ഞ പ്രോമിസുകൾ, എന്നിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിച്ച വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ട്. അത് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്ന യുദ്ധമാണ്. അത് നിന്റെ ഉപവാസത്തിൽ വെളിപ്പെടുന്ന യുദ്ധമാണ്. അത് നിന്റെ വിശ്വാസ ജീവിതത്തിൽ വെളിപ്പെടുന്ന യുദ്ധമാണ്. ജെറമ്യാ എന്ന പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു, പ്രവാചകനെ നീ എന്ത് കാണുന്നു? ജെറമ്യാ പറയുന്നു, യഹോവയായ ദൈവമേ, ഞാൻ ജാഗ്രത വൃക്ഷം കാണുന്നു, ബദാം കാണുന്നു, ആമീൻ, അതിന്റെ തളർത്ത കൊമ്പുകൾ കാണുന്നു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ജെറമ്യായോട് പറയുന്നു, പ്രവാചകനെ, നീ കണ്ടത് ശരി തന്നെ. ഞാൻ എന്താണോ നിന്നെ കാണിച്ചത് അത് ശരി തന്നെ. എന്റെ വചനം നിവർത്തിക്കപ്പെടേണ്ടതിന്, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സാധ്യമായി തീരേണ്ടതിന് ഞാൻ അതിന്റെ പിറകിൽ ജാഗരിച്ചുകൊള്ളും. പിന്നെയും യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായി, നീ വീണ്ടും എന്ത് കാണുന്നു? ജെറമ്യാ പറഞ്ഞു, യഹോവയായ ദൈവമേ, ഞാനിതാ തിളച്ചു മറിയുന്ന ഒരു കലം കാണുന്നു, തിളയ്ക്കുന്ന വെള്ളം കാണുന്നു. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ അല്ല. തളിർത്ത വൃക്ഷം, നല്ല തളിർത്ത ബദാമിന്റെ കൊമ്പ്, ആമീൻ, ആ കൊമ്പ് കണ്ടിട്ട് തൊട്ടിപ്പുറത്ത് കലത്തിൽ വെള്ളം തിളയ്ക്കുന്നത് കാണുന്നത്. തിളച്ച വെള്ളം, ആമീൻ, തളിർത്ത വൃക്ഷത്തിന്റെ മൂട്ടിൽ വീണാൽ പിന്നെ അതിന് ആയുസ് കാണുകയില്ല. ഒരു ഭാഗത്ത് തളിർപ്പിക്കുവാൻ ദൈവകരം വെളിപ്പെട്ടു നിൽക്കുമ്പോൾ മറുഭാഗത്ത് തളർത്തുവാൻ ശത്രു, ആമീൻ, കലത്തിൽ വെള്ളം തിളപ്പിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് വളരെ വ്യക്തമായി പറയുന്നു, നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ സഭയോട് സ്വർഗത്തിലെ ദൈവം എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ എല്ലാ കാലത്തെയും ടാർഗറ്റ് അത് നടക്കാതിരിക്കുക എന്നുള്ളതാണ്, അതിനെ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വാഗ്ദത്തം വെളിപ്പെട്ടു, സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കും. അന്നു മുതൽ പിശാച് അന്വേഷിക്കുകയാണ്, ആരായിരിക്കും സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്ന പൈതൽ. അത് മോശ എന്ന് കരുതി മോശയെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം മോശയെ സൂക്ഷിച്ചു. അത് മറ്റ് പലരെന്നും കരുതി അവരെയെല്ലാം തകർക്കാൻ പിശാച് ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ യേശു കർത്താവിന്റെ ജനനം അവനെ മറച്ചു വെച്ചിട്ട്, എന്നാൽ കർത്താവ് ജനിച്ചു, യേശു പിറന്നു എന്ന സത്യം അറിഞ്ഞപ്പോൾ ഹെരോദാവിന്റെ അകത്ത് സാത്താൻ പ്രവേശിച്ച് യേശു എന്ന പൈതലിനെ കൊന്നുകളയാനുള്ള പദ്ധതി ഒരുക്കിയപ്പോൾ വാഗ്ദത്ത പുത്രനെ സ്വർഗത്തിലെ ദൈവം അവിടെ സൂക്ഷിച്ചു. നിന്നോട് തമ്പുരാൻ ചില വാഗ്ദത്ത പറഞ്ഞതുകൊണ്ട് അത് നടത്താൻ നിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് നടത്താൻ നിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആ വാഗ്ദത്തം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ വെളിപ്പെടുത്താൻ ഇനിയും നിന്റെ ആയുസ്സിനെ ദൈവം ശേഷിപ്പിച്ചിരിക്കുക. ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. വാഗ്ദത്തമുള്ള ദൈവദാസനെ, വാഗ്ദത്തമുള്ള സഭയെ, വാഗ്ദത്തമുള്ള കുടുംബമേ, നിന്റെ മേൽ വെളിപ്പെട്ട വാഗ്ദത്തങ്ങൾ നിറവേറാൻ ഇന്ന് പകൽ നീ ആത്മാവിൽ യുദ്ധം ചെയ്യുക. നീ ആത്മാവിൽ യുദ്ധം ചെയ്യുക. നീ ആത്മാവിൽ യുദ്ധം ചെയ്യുക. തീമോത്തിയോസേ, മകനെ, നീ എന്നിൽ നിന്ന് കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതിന് നീ യുദ്ധസേവ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കല്ലറവാതിക്കൽ കല്ലുരുട്ടി വെച്ചു, യേശു പറഞ്ഞത് നടക്കാതിരിക്കാൻ. ചങ്ങല കൊണ്ട് ക്രോസ് ചെയ്തു, യേശു പറഞ്ഞ് നടക്കാതിരിക്കാൻ. പട്ടാളക്കാരെ കാവൽ നിർത്തി, യേശു പറഞ്ഞ് നടക്കാതിരിക്കാൻ. ലോകം മുഴുവൻ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും കർത്താവ് നിന്നോടോ സഭയോടോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടോ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കാൻ ഇനി എന്തെല്ലാം ആഭിചാരങ്ങൾ നിനക്കെതിരെ ചെയ്താലും, ഏതെല്ലാം ശക്തികളും വ്യക്തികളും നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും, പുനരുത്ഥാന ശക്തി വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടാൽ, ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടാൽ, അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ചങ്ങലയ്ക്കും സാധിക്കില്ല, ഒരു പട്ടാളക്കാരും സാധിക്കില്ല, ഒരു കല്ലുകൾക്കും സാധിക്കില്ല, ഒരു വ്യക്തികൾക്ക് സാധിക്കില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ആരൊക്കെയോ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി, നിന്റെ മേലിൽ നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങളെ, നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ചില പ്രോമിസുകളെ ഈ ദിവസങ്ങളിൽ നിവർത്തിച്ചെടുക്കാൻ പോവുകയാണ്. There's a debate happening between these two people as they are going to Emmaus, and if there is a debate, that means there is always a difference of opinion, and that's why they have a debate. And what would be the debate? Mary is saying some of our companions, they went to the
tomb and they did not find Jesus' body. That means he should have resurrected. And even Mary Magdalene, one of her friends, have seen Jesus, and so that means Jesus is resurrected, and she is very sure of that. She knew that Jesus Christ resurrected. Now, what with Cleopas? He is saying, I have seen Jesus Christ dead. That means he is no more, and there is no way that he has been resurrected, because the people, there's already in Matthew 28:11-15, we find there already is a fabricated story that Jesus Christ was stolen, and this story already spread throughout the place, and he is actually believing this kind of paid news that was happening, and he totally believed that, and that was the reason for the contention that happened between these two people. But what happened was the thought, because he knew that 3 batches of soldiers is already there guarding the tomb, and a big stone is already rolled, and it was already sealed by the Roman imperial seal, and there is no way that Jesus Christ would resurrect. Why? Yeah. Jesus claimed that I will resurrect, and as the pastor said, nobody actually believed. Even his own disciples did not believe that Jesus will ever resurrect, but the enemy knew that Jesus Christ will resurrect. And in your life also, you have heard many promises, you have heard many prophecies, and you don't believe all these things. But enemy knows that if you stand firm, something will happen through you. If you say a word, something will happen. If you pray, healings will happen. That's the reason why Satan is holding you back. But today you have to stand firm for the Lord, and you have to speak the promises, speak in faith, stop the negativity of your mind and your mouth, and you will see greater things happening in your life. Now, if you have a promise, Satan will work against that. That is for sure. Satan did everything. The whole world did everything to keep Jesus inside the sepulchre. But on that day, on the resurrection day, the power of the Heavenly Father, the Spirit was activated in Jesus, and Jesus Christ came out, trespassing all the boundaries the humans had set. And in your life too, you are here today. You are hearing this message today because the Lord has kept you safe and sound, so that all the promises the Lord has given you will fulfill in your life, and you will see that in your life. As from the life of Jeremiah, the Lord is asking Jeremiah, what do you see? He says, Lord, I see an almond branch. And the Lord says, right, what you saw is right, and I will be performing my word. Next, Jeremiah, what do you see? I see a boiling pot. Actually, these two dreams are entirely opposite dreams. The Lord is actually trying to sprout out something green in the life of that man, and Satan has already started boiling water to dry the roots of that almond tree. And today the Lord says, no Satan, no sorcerer, no witchcraft man can ever put you down, ever dry the promises, ever dry the things which is happening in your life. And the Lord will fulfill all the promises, and you will see the promises of the Lord fulfilling in the land of the living. യേശു കർത്താവിന്റെ കൂടെ ഇവർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു അവരുടെ കൂടെ നടക്കുമ്പോൾ, ഇവരുടെ എല്ലാ കോൺവെർസേഷനും യേശു ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ വഴക്കും വർത്താനം ഒക്കെ കഴിഞ്ഞപ്പം വിശുദ്ധ ബൈബിളിൽ നിന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഈ കുടുംബത്തോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്കിപ്പം നിരാശയുണ്ട്. നിങ്ങൾ കേൾക്കണേ, ഇവരുടെ മനസ്സിൽ ഇപ്പോൾ നിരാശയുണ്ട്. ക്ലയോപ്പാവിന്റെ മുഖം വാടിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കി തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോവുകയാണ്. ജെറുസലേം പട്ടണം അവർ വിട്ടു, ഇനി അങ്ങോട്ടില്ല. എമ്മോസിലെങ്ങാനും പോയി, ആ ഗ്രാമത്തിലെങ്ങാനും പോയി വല്ല കൃഷിയും ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇനി ശുശ്രൂഷയും വേണ്ട, മിനിസ്ട്രിയും വേണ്ട, ഒന്നും വേണ്ട, സൂപ്പർ നാച്ചുറലും ഇല്ല, ഇനി ഒന്നുമില്ല, നാച്ചുറലായിട്ട് പോകാം
എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇത്രയും ഡൗൺ ആയിപ്പോയ കുടുംബത്തെ, ഇത്രയും തകർന്നു പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ യേശു എന്താണ് ചെയ്തത്? അതാണ് ഓരോ ശുശ്രൂഷകരും ചെയ്യേണ്ടത്. യേശു അവിടെ ചെന്നിട്ട് നിന്റെ പേര് ക്ലയോപ്പ എന്നാണ്, നിന്റെ വീട്ടു നമ്പർ ഇത്ര, അതാണോ പറഞ്ഞത്? പ്രൈസ് ഗോഡ്. യേശു എന്താണ് ചെയ്തത്? അവനെ തിരിച്ചു പിടിക്കാൻ, ആ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് എന്താണ് ചെയ്തത്? അവനെ തിരിച്ചു കൊണ്ടുവരാൻ യേശു കർത്താവ് ചെയ്തത് മറ്റൊന്നുമല്ല, പ്രൊഫസി അല്ല, വർഷിപ്പ് അല്ല, നത്തിങ്, ഒന്നുമല്ല, കഥയല്ല, കോമഡി ഷോ അല്ല, ഒന്നുമല്ല, പ്യുവർ വേർഡ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്ത്, പറഞ്ഞ തിരുവെഴുത്ത്, all the scriptures explained, all the scriptures things concerning himself. ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഒരു മനുഷ്യനെ നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, വചനം പറഞ്ഞു കൊടുക്കുക. തളർന്നു പോയ ഒരാളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, വചനം പറഞ്ഞു കൊടുക്കുക. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, വചനം പറഞ്ഞു കൊടുക്കുക. വിശ്വാസത്തിൽ നിന്ന് പോയവനെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, വചനം പറഞ്ഞു കൊടുക്കുക. ദൈവവചനത്തിനകത്ത് പണിയപ്പെടുന്നവനെ യഥാർത്ഥമായി പണിയപ്പെടുള്ളൂ. എഴുതി വെച്ചോ. ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുന്നവനെ യഥാർത്ഥമായി മാനസാന്തരപ്പെടുള്ളൂ. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ യഥാർത്ഥമായ രൂപാന്തരം വരുള്ളൂ. അല്ലെ യേശു പറഞ്ഞത് മുഴുവൻ തെറ്റാവും. അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ വ്യാജമാവും. യേശു പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനോ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നവനാകുന്നു. വൻമഴ വന്നാലും കാറ്റടിച്ചാലും അവൻ വീഴുകയില്ല. ആര്? എന്റെ ഈ വചനത്തിനകത്ത് ലൈഫിനെ പണിയുന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവും പിന്മാറ്റത്തിലേക്ക് പോയ ഈ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ, ഡിപ്രഷനിലേക്ക് പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ യേശുവും അവരോട് പങ്കുവയ്ക്കുന്നത് വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് വചനം ഇട്ട് തരുന്നതും ഷോർട്ട് മെസ്സേജുകൾ, വചനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതും ഇന്നും ഇപ്പോഴും വേദപുസ്തക വചനങ്ങൾ നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റൊന്നിനും വേണ്ടിയല്ല പ്രിയരെ, നിങ്ങൾ അടിസ്ഥാനപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, അവന്റെ വചനം നീ ശ്രദ്ധയോടെ കേട്ട് അവന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിനും മേലെ ഉന്നതമാക്കും. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, നിന്റെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നീ തൊടുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി നിന്റെ മുമ്പിൽ വരും, 7 വഴിയായി അവർ തിരികെ ഓടിപ്പോകും. നീ വായ്പ വാങ്ങിക്കാൻ ഇടവരുകയില്ല, കൊടുക്കുവാൻ നിന്റെ കരങ്ങളെ ദൈവം നിറയ്ക്കും. ആരേ? ദൈവവചനത്തിൽ നിലനിൽക്കുന്ന, വചനം അനുസരിക്കുന്ന ദൈവം. ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തെ വായിക്കുന്നവർ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിനെ പ്രമാണിക്കുന്നവർ, അത് അനുസരിക്കുന്നവർ, അവരാരും അനുഗ്രഹിക്കേണ്ട, അവർ തന്നെ അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിലെ ദൈവം അവരെ സകലത്തിലും അനുഗ്രഹിപ്പാനിടയാകും. അതുകൊണ്ട് എനിക്ക് വചനം വേണ്ട, പ്രവചനം മതി. എനിക്ക് വചനം വേണ്ട, ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. എനിക്ക് വചനം വേണ്ട, എന്റെ ഈ വിഷയത്തിനകത്തൊന്ന് ഇറങ്ങി ഒന്നെല്ലാം ഒന്ന് ശരിയാക്കിത്ത. ബ്രദറെ, പ്രാർത്ഥിക്കാം ഞങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി, പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങളുടെ വിടുതലിന് വേണ്ടി. പക്ഷെ നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിയണമെങ്കിൽ, മരണത്തിനപ്പുറം നിന്റെ ആത്മാവ് നിത്യതയിലെത്തണമെങ്കിൽ, ഈ ദൈവത്തിന്റെ വചനവും അവന്റെ കൽപ്പനകളും അനുസരിച്ച് ജീവിപ്പാൻ മനസ്സ് കാണിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും
പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിപ്പാൻ ഇടയായി തീരണം. അതുകൊണ്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തുകളെ, നിഴലായി നിൽക്കുന്ന പ്രവചനങ്ങളെ വചനത്തിനകത്ത് നിന്ന് യേശു കർത്താവ് അവരെ പഠിപ്പിച്ചു, അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ വ്യാഖ്യാനം എല്ലാം കേട്ടവർ പിന്നത്തേത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഓ, ദൈവവചനം അവരുടെ അസ്ഥികളിൽ തീ പിടിപ്പിച്ചു, അവരുടെ ആത്മാവിൽ ചൂട് പിടിപ്പിച്ചു. ഹല്ലേലൂയ. ദാവീദ് പറയുന്നുണ്ട്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. പ്രൈസ് ഗോഡ്. വചനം കേട്ട് ആത്മാവിൽ ആരാധിച്ച് ഒരുത്തൻ കത്തിയാലുണ്ടല്ലോ, ഞാൻ ഉറപ്പ് തരാം, അവൻ കത്തിയത് തന്നെയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് ബലപ്പെട്ട് എഴുന്നേറ്റാലുണ്ടല്ലോ, ഒരു പുറപ്പാടാ. പിന്നെ യേശുവിന്റെ നാമത്തിൽ മോശ തുടങ്ങി സകല തിരുവെഴുത്തുകളും പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ അവനെ ഉറപ്പിച്ചു കർത്താവ്. ഹല്ലേലൂയ. എന്നിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഇതാ 3 പേര് നടക്കുന്നു. ക്ലെയോപ്പാവ് ഭാര്യ, കൂട്ടത്തിൽ അവരോട് ചേർന്ന് യേശു. ഇവരുടെ സംശയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി കൊടുക്കുന്നു. യേശു ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. ഇവരുടെ എല്ലാ ആശങ്കകളെയും കർത്താവ് മാറ്റുന്നു, തിരുവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് നടന്നെത്തിയപ്പോൾ നമ്മുടെ വീടിന്റെ പടിക്കൽ എത്താറാകുമ്പോൾ, ആ വളവാകുമ്പം അറിയാതെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ വീഴത്തില്ലേ, ലെഫ്റ്റിലോട്ട് അല്ലെ റൈറ്റിലോട്ട്. ഇതുപോലെ അവരുടെ വീടിനോട് അടുത്ത സമയത്ത് ഇവരങ്ങ് തിരിഞ്ഞു. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. എന്താ ഇത്രയും നേരം ഈ 10-11 കിലോമീറ്റർ ഇവരുടെ കൂടെ നടന്ന കർത്താവ് ഇത്രയൊക്കെ ഇവരോട് സംസാരിച്ചിട്ട്, ഇത്രയും വചനങ്ങളൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയിട്ട്, ഇവര് വളഞ്ഞപ്പോ ഇവരുടെ കൂടെ ആ വളവിലോട്ട് കയറാഞ്ഞ എന്താ? ഇവര് തിരിഞ്ഞപ്പോ ഇവരുടെ കൂടെ അങ്ങ് കർത്താവും തിരിയാഞ്ഞ എന്താ? നീ തിരിയുന്നിടത്തോട്ട് തിരിയാനിരിക്കുകയല്ല, അവൻ നിന്നെ തിരിക്കാനിരിക്കുക. മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോണം. Can you please imagine this situation? അവരുടെ വീട്ടിന്റെ ഭാഗത്തേക്ക് അവർ തിരിയുന്നു. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിക്കുന്നു. ഭാവം കാണിച്ചെന്ന് പറഞ്ഞാന്നറിയോ? പോകുകയല്ല, നിന്നെ വിട്ടിട്ട് പോകുകയല്ല. നിന്നെ കണ്ടിട്ടുണ്ടേ നിന്നെ കൊണ്ടേ പോവും. പോകാൻ താല്പര്യമില്ല. പക്ഷെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് മക്കളെ. യേശുവിനൊരു പ്രത്യേകതയുണ്ട്. വിളിച്ചാൽ മാത്രമേ അവൻ വരികയുള്ളൂ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. അല്ലാതെ ഓടിളക്കി വരികയില്ല, തള്ളിക്കേറി വരികയില്ല. കാനാവിലെ കല്യാണത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചത് കൊണ്ടാണ് യേശു അവിടെ വന്നത്. വിളിക്കാതെ വരില്ല, ക്ഷണിച്ചാലേ വരുള്ളൂ. ഇന്നും ഇപ്പോഴും യേശുവേ എന്നൊന്ന് വിളിച്ചാൽ, യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിച്ചാൽ അവൻ നിന്റെ വീട്ടിൽ വരും, അവൻ നിന്റെ അരികിൽ വരും. അപ്പൊ കർത്താവ് മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവരോ ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. പ്രൈസ്. അല്ലാതെ വന്നേലിയോ എന്ന് ഓർത്ത് വരികയില്ല. കർത്താവിനെ നിർബന്ധിച്ചു. യേശു അവരുടെ വീട്ടിൽ ചെന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുമായി ഭക്ഷണം കഴിക്കാനിരുന്നു, ഫുഡ് കഴിക്കാനിരുന്നു. ഒന്ന്, യേശുവിനെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. രണ്ടാമതായി, യേശു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിനാണ് നമ്മൾ ഫുഡ് എടുത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഗസ്റ്റാണ് ഫുഡ് എടുത്ത് അവർക്ക് കൊടുക്കുന്നത്. യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ. കനാവിലെ കല്യാണത്തിന് യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. ആ വീട്ടുകാർ ഇൻവൈറ്റ് ചെയ്തിട്ട് യേശുവിനെ ആ കല്യാണത്തിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു.
ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഇൻസ്ട്രക്ഷൻ തരികയുള്ളൂ. യേശുവിനെ നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ കർത്താവ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരില്ല. എഴുതി വെച്ചോ, തരില്ല. വലിഞ്ഞു കയറി വന്ന് ബഹളം ഉണ്ടാക്കില്ല. ഇതൊക്കെ ചെയ്യാൻ വിരുദ്ധനായ ഒരുത്തനുണ്ട്, എങ്ങും വിളിക്കേണ്ട, വന്നോളും, കൊളവാക്കിക്കോളും, നശിപ്പിച്ചോളും. പുള്ളിയെ വിളിക്കുകയേ വേണ്ട, വന്നോളും. പുള്ളിയുടെ പേര് പിശാച് എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയും വന്ന് സകലവും നശിപ്പിച്ചിട്ട് പോക്കോളും. നശിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ. പൂച്ച വന്ന് പാല് തട്ടി ഒഴിച്ച് കളയുമ്പോഴേ അറിയുള്ളൂ പൂച്ച കയറിയെന്ന്. എന്നതുപോലെയാ പുള്ളിയും. വിളിക്കുകയൊന്നും വേണ്ട, പമ്മി പതുക്കി വരും. പക്ഷെ യേശു അങ്ങനല്ല. യേശു അങ്ങനല്ല. യേശുവിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. യേശുവിനെ നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എന്നാൽ യേശു ചില ഇൻസ്ട്രക്ഷൻ തരും. ആ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ, ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷൻ ആണ് സൂപ്പർ നാച്ചുറൽ മിറക്കിളായി തീരുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ആകണമോ? ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിക്കുക. ഇന്ന് ഈ നവംബർ മാസം 14-ാം തീയതി മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോൾ ക്ലയോപ്പാവും ഭാര്യയും കൂടെ യേശുവിനെ ആ വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചതുപോലെ ആ കൈയൊന്ന് ഉയർത്തി പറയുക, അപ്പാ യേശുവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ, യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണമേ, യേശുവേ എന്റെ ആത്മാവിലേക്ക് വരണമേ, യേശു കർത്താവേ എന്റെ കുഞ്ഞുങ്ങളിലേക്ക് വരണമേ, യേശു കർത്താവേ തകർന്ന എന്റെ ബിസിനസ്സിലേക്ക് കടന്നു വരണമേ, എന്റെ ആവശ്യങ്ങളുടെ മധ്യേലങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. യേശു ആ വീട്ടിൽ വന്നു. എന്നിട്ട് അപ്പം എടുത്ത് നുറുക്കി അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്തു. ബൈബിൾ പറയുന്നു, ഇനി ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണം, വാക്യം 30-31. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഇന്നത്തെ മെസ്സേജ് ഇതാണ്, ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. യേശുവിനെ അറിയുക. ഞങ്ങളുടെ ജോലി എന്നാന്നറിയാവോ? ഞങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞു. ഇനി ഞങ്ങളുടെ ജോലി അവനെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഞങ്ങൾ ഇത് അറിയിക്കുമ്പോൾ അവനെ അറിയണം. അറിയണമെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. യേശു അപ്പം എടുത്തു നുറുക്കി ആ പാത്രത്തിലേക്ക് വെച്ച് അവരുടെ മുൻപിലേക്ക് നീട്ടി. അവരതിനെ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ കണ്ണു തുറക്കുകയില്ല, അവരവനെ തിരിച്ചറിയുകയില്ല. ഇന്ന് ഈ ഞായറാഴ്ച പകലും ജീവന്റെ അപ്പം അവൻ നിങ്ങളുടെ മുമ്പിൽ നീട്ടുകയാണ്. ഈ ഞായറാഴ്ച പകലിലും ജീവന്റെ അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് അവൻ വിളമ്പുകയാണ്. നിങ്ങൾ ഇതിനെ റിസീവ് ചെയ്യാതെ റിജക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവനെ അനുഭവിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് അവനെ അറിയേണ്ടവണ്ണം അറിയാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് പകലിൽ ഈ വചനം, ഈ മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറക്കും. നിങ്ങൾ അവനെ അറിയേണ്ടവണ്ണം അറിയും, നിങ്ങൾക്ക് അവനെ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിപ്പാനിടയാകും. Jesus started talking to this couple who were undergoing in a turmoil situation, and these people are already, they have taken a decision to quit ministry, to move away from Jerusalem, and they had different sorts of plans regarding their future. And to such people, what Jesus does is, he is not doing anything like of a gimmick or a kind of a comedy show or anything of that sort, but Jesus is trying to open the scriptures, and he opened the scriptures right from the life of Moses and all through the prophets and the Psalms. Jesus is expounding to them the scriptures. And as the pastor said, this is a message to all the ministers of God. If you want to bless a person, if you want to bring a person to ministry, if you want to bring a person to God, if you want to uplift a person from the situation that person is in, you have to talk to that person the scriptures, the very word of God. Only word of God can bring a person back to life. Only a word of God can strengthen a person. If the word of the Lord
sets a person's heart ablaze, that person will stand firm no matter what comes in his life. The word of God is the only thing that can ever ignite a person's life. And Jesus Christ began to explain the scriptures from Moses, from prophets, and from the writings. Jesus began to expound, and what happened was these people's life began to change, and all the things that happened in their life was totally there was a reverse direction in their life. And finally, in verse 28 to 29, we read like this, 28 to 29. As they approached the village to which they were going, Jesus continued on as if he was going further. Jesus did not rush into their home. Jesus pretended as if he is going forward. But these people, what they did was, they were good enough to invite Jesus into their life. So the first point, invite Jesus into your life. Satan can come into your life even without any invitation, but Jesus Christ knocks at the door, and if you open, he will come and he will dine with you. Second important thing, involve Jesus in your life. Verse 30, what happens when he was at the table with them? He took the bread, gave thanks, broke it, and began to give it to them. And that means if you involve Jesus into your life, he will instruct you. As the example of wedding at Cana, Jesus was invited into the wedding, and as they wanted to involve Jesus, Jesus did that transforming miracle, and all of them were blessed. If you want to have that kind of a blessing in your life, invite Jesus, involve Jesus. Jesus will give the instruction in your life. Now, verse 31. Their eyes were opened and they recognized Jesus, and he disappeared from their sight. This is actually the core of the message. All the things that happened throughout this journey was just to open their eyes. And today, as the pastor said, any minister standing here, any person who does the evangelism, any person who preaches, this is the ultimate goal. Your eyes need to be opened and you need to see Jesus. Our mission is to know Jesus and to make him known. And if these people, if they rejected Jesus, all the blessings would have never happened in their life. When Jesus was giving them the bread of life, if they rejected, all the blessings will never happen. But their eyes were open because they actually invited Jesus into their life, and the bread of life began to operate. Their eyes were open. Today, the Lord is opening your eyes. The Lord is igniting your heart. The Lord is opening the consciousness. And as we read, as Jesus was expounding the scriptures, their heart were set ablaze. And today the Lord is setting your heart ablaze and opening your eyes to see Jesus clearly. അവരുടെ കണ്ണ് തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്ന പോലെ എത്ര പേര് ഇന്ന് ഈ പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഹസ്ബൻഡിന്റെ ആ കണ്ണൊന്ന് തുറക്കണേ യേശുവിനെ അറിയാൻ, എൻ്റെ വൈഫിന്റെ, എൻ്റെ ഭാര്യയുടെ ആ കണ്ണൊന്ന് തുറക്കണേ യേശുവിനെ കാണാൻ, എൻ്റെ മക്കളുടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണൊന്ന് തുറക്കണേ കർത്താവേ, കർത്താവിനെ ഒന്ന് കാണാൻ, എൻ്റെ ആ നെയ്ബറിന്റെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ആ ഫ്രണ്ടിന്റെ, എൻ്റെ സിസ്റ്ററിന്റെ, എൻ്റെ ബ്രദറിന്റെ, എൻ്റെ റിലേറ്റീവിന്റെ ആ കണ്ണൊന്ന് തുറക്കണേ കർത്താവേ. അവന്റെ അകത്തെ കണ്ണ്, ആ വിശ്വാസത്തിന്റെ കണ്ണ് കർത്താവ് ഇന്ന് തുറക്കണേ. അങ്ങേ കാണേണ്ടവണ്ടോ ഒന്ന് കാണാന്, അങ്ങേ അറിയേണ്ടവണ്ടോ ഒന്ന് അറിയാന് ആ കണ്ണൊന്ന് തുറക്കണേ. ദൈവദാസന്മാരെ, നിങ്ങൾ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുവോ? ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ പ്രാർത്ഥിക്കുവോ? എന്റെ ഭാരതത്തിൽ അനേകരുടെ കണ്ണ് തുറക്കണേ, എന്റെ രാജ്യത്തിലെ അനേകരുടെ കണ്ണ് തുറക്കണേ. യേശുവിനെ കാണേണ്ടവണ്ണം കാണാൻ, യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാൻ അവരുടെ വിശ്വാസത്തിന്റെ കണ്ണ് സ്വർഗമേ ഒന്ന് തുറക്കണമേ. അങ്ങേ കാണുവാൻ, അങ്ങേ അറിയുവാൻ, അങ്ങേ അനുഭവിപ്പാൻ അവരുടെ കണ്ണൊന്ന് തുറക്കണമേ കർത്താവേ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം വിട്ടുമാറണമേ പിതാവേ. ആ അടഞ്ഞുപോയ ദുഷ്ടഹൃദയം ഒന്ന് കർത്താവേ, ആ കണ്ണുകളെ പരിശുദ്ധാത്മാവ് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കണമേ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഉടനെ അവർ പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് ഈ തിരുവെഴുത്തുകളെ നമ്മളോട് തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു.
ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇതിനു വേണ്ടിയായിരുന്നു യേശു അവരുടെ കൂടെ നടന്നത്. ആ നിമിഷം തന്നെ ആ സന്ധ്യയായി. ഇപ്പൊ സന്ധ്യയായി, അതാ അവര് പറഞ്ഞത്, സന്ധ്യയായല്ലോ, സൂര്യൻ അസ്തമിക്കുന്നല്ലോ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ പാർക്കാന്ന് ഇവര് പറഞ്ഞില്ലേ യേശുവിനോട്, യേശുവാണെന്ന് അറിയാതെ. പ്രൈസ് ഗോഡ്. അപ്പൊ ഏകദേശം സന്ധ്യയായി. 11 കിലോമീറ്റർ നടന്നാണ് അവര് വന്നത്. ഇനി തിരിച്ച് ഇവർക്ക് എമ്മാവുസിൽ നിന്ന് വീണ്ടും ജെറുസലേമിലേക്ക് പോകണമെങ്കിൽ അത്രയും തന്നെ നടക്കണം. അപ്പൊ 14 മൈല് ഒരു ദിവസം നടക്കണം. 22 കിലോമീറ്റർ ഒറ്റ ദിവസം നടക്കുന്നതെന്ന് ഓർത്തേ, 22 കിലോമീറ്റർ. പക്ഷേ ഇവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോയി. ഈ 11 കിലോമീറ്റർ നടന്നത് ഇവരറിഞ്ഞില്ല, തിരിച്ചു നടന്നത് അറിഞ്ഞില്ല, 22 കിലോമീറ്റർ നടന്നത് അറിഞ്ഞില്ല. കാര്യം എന്നറിയാമോ? അവർ കേട്ട ശബ്ദം, അവരുടെ കൂടെ നടന്നവൻ. യേശുവിന്റെ സാന്നിധ്യം നിന്നെ ബലപ്പെടുത്തും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ ക്ഷീണങ്ങളെ മാറ്റും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ കാലുകളെ ശക്തീകരിക്കും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ ബലപ്പെടുത്തും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ ശരീരത്തെ സൗഖ്യമാക്കും. യേശുവിന്റെ സാന്നിധ്യം നിന്നെ ശക്തീകരിക്കും. That presence of God, ദൈവ സാന്നിധ്യം അവരെ ശക്തീകരിച്ചു. ദൈവ സാന്നിധ്യം അവരെ മടക്കി പിടിച്ചു. ഇനി കേട്ടെ, ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് ഞാൻ പങ്കുവയ്ക്കുക. ഈ വെളിപ്പാട് കർത്താവ് എനിക്ക് തരുമ്പോൾ ഞാൻ ഭയങ്കരമായി എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്തു. യേശു പറഞ്ഞു, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഈ നഗരത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമെന്നും അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നും ഒക്കെ കർത്താവ് വാഗ്ദത്തം പറയുമ്പം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇവരും. ഉറപ്പായി ഇവരും അത് കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, കുരിശിന്റെ ചുവട്ടിൽ വരെ ഈ കുടുംബം ഉണ്ടാകണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ 11 കിലോമീറ്റർ ഇവരുടെ കൂടെ നടക്കണമെങ്കിൽ ഇവര് കർത്താവിന് ഇമ്പോർട്ടന്റ് അല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇവര് വാഗ്ദത്തം കേട്ടവരാ. പക്ഷേ ആ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് വരാൻ പോകുന്നത് എമ്മോസിലല്ല. ആ വാഗ്ദത്ത വിഷയമാകുന്ന പരിശുദ്ധാത്മാവ് വരാൻ പോകുന്നത് ജെറുസലേമിലാ. പക്ഷെ ഇവരിപ്പോ നിൽക്കുന്ന എവിടാ? വന്നത് എവിടാ? എമ്മോസിലാ. എമ്മോസിൽ ഇരുന്നാൽ വാഗ്ദത്തം നടക്കുകയില്ല. ജെറുസലേമിൽ പോയെങ്കിൽ മാത്രമേ ഈ 120 പേരുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടാകുള്ളൂ. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തമുള്ളവനെ തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെയും പോകും. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തമുള്ളവനെ തിരിച്ചു പിടിക്കാൻ ഏത് റൂട്ടും എടുക്കും. വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തമുള്ളവനെ തിരികെ കൊണ്ടുവരാൻ ഏത് വഴിയിലൂടെയും യാത്ര ചെയ്യും. ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാ പറയുന്നു, നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കാൻ, നിന്റെ ഡെസ്റ്റിനിയിൽ നിന്നെ കൊണ്ടുവരാൻ, നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്താൻ, നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ, നിന്നെ പണിയേണ്ടടുത്ത് പണിയാൻ, നിന്റെ മേൽ പകരേണ്ട പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരാൻ യേശു ഏത് റൂട്ടും എടുക്കും, ഏത് വഴി എടുക്കും. കൂടെ നടക്കും, വീട്ടിൽ വരും, അപ്പം നുറുക്കും, നിന്നെ കൊണ്ടേ പോളൂ. നിന്റെ കാതിൽ അവനൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ 120 പേർ സഗിയോൻ മാളിക മുറിയിൽ പ്രാപിക്കേണ്ടത് 118 ആകത്തില്ല. 2 എണ്ണം മിസ്സിങ്ങാ. 2 എണ്ണം മിസ്സിങ്ങാ. ഈ ദൂതന്റെ ആഴം ആത്മാവുള്ളവന് പിടികിട്ടും, പരിശുദ്ധാത്മാവുള്ളവന് പിടികിട്ടും. 2 പേരും മിസ്സിങ്ങാ. വാഗ്ദത്തം കേട്ട 2 എണ്ണം മിസ്സിങ്ങാ. പക്ഷെ അവരെയും കൂടെ തിരിച്ചു കൊണ്ടുവന്നേച്ച ഉയരത്തിലെ ശക്തി കർത്താവ് പകർന്നതെങ്കിൽ. ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, അവന്റെ വാഗ്ദത്തങ്ങൾക്കോ മാറ്റമില്ല എന്ന് പാടാറില്ലേ? അത് വെറുതെയല്ല, അത് സത്യ. അത് സത്യ. വാഗ്ദത്തത്തിലേക്ക് പിന്മാറ്റത്തിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരിക പാസ്റ്ററെ. ഈ ദിവസങ്ങളിൽ
കർത്താവിന്റെ ആത്മാവ് ആരോടൊക്കെ പറയുന്നു? ഹോശേയ 14:4, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ജെരമ്യ 3:22 പറയുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ കണ്ടോ, ഇവര് തിരിച്ച് ജെറുസലേമിലേക്ക് നടന്നു പോകുന്നേ. അവരുടെ നിരാശയെല്ലാം പോയി, അവരുടെ തകർച്ചയെല്ലാം പോയി. എന്തോ ഒരു ഭയങ്കര എനർജി, എന്തോ ഒരു ഭയങ്കര ബലം അവരുടെ ശരീരത്തിൽ അവർ അനുഭവിക്കുക. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ എന്റെ ബോഡിയിൽ എനിക്കത് ഫീൽ ചെയ്യുക. തളർന്നിരിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളിൽ, തളർന്നിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളിൽ, നിരാശയോടെ ഇരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാ പറയുന്നു, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് സ്വർഗം തിരിച്ചു കൊണ്ടുവരും, തിരിച്ചു പിടിക്കും. നിന്റെ തലമുറയെ ദൈവം തിരിച്ചു പിടിക്കും, നിന്റെ ശുശ്രൂഷയെ ദൈവം തിരിച്ചു പിടിക്കും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങളെ ദൈവം തിരിച്ചു തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം തിരികെ തരും. നിന്നെ വീട് വിട്ടിറങ്ങിപ്പോയ നിന്റെ മക്കളെ സ്വർഗം തിരിച്ചു കൊണ്ടുവരും. നിന്റെ വീട്ടിൽ മുടങ്ങിപ്പോയ പ്രാർത്ഥന സ്വർഗം തിരിച്ചു കൊണ്ടുവരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്, നഷ്ടപ്പെട്ടു പോയ ഭൗതിക അനുഗ്രഹങ്ങൾ, ആത്മീക അനുഗ്രഹങ്ങൾ, ആരോഗ്യം, എന്റെ ദൈവം നിനക്ക് റിസ്റ്റോർ ചെയ്യും. ജീസസ്. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവിന്റെ ദാസൻ ഈ ഭാഗവും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. കർത്താവിന്റെ ദാസൻ ഈ ഭാഗം നിങ്ങളെ അറിയിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ജീസസ്. And they got up that evening itself and they returned back to Jerusalem. And this was the sole reason why Jesus was closely walking with this couple. They wanted to be, they needed to be restored back to Jerusalem that very evening. That means they have to walk 11 kilometers back to Jerusalem, and it's a tedious journey. It's not easy, but they walked back. And as the pastor said, the Lord will give you strength to walk back. As the presence of the Lord is with you, that will give you strength to move forward in faith, and it will give strength to your faith. And the Lord is the one who heals you, and Holy Spirit is the helper, and he will be with you always. And you have to be in Jerusalem, in the city, and tarry in the city so that you may receive the Holy Spirit. And as the pastor said, the serious message today, God will take any step to bring you back into your destiny. The Lord will take any move to bring you back into the promise you had. And as these two people, 120 people need to be there in Jerusalem when the Holy Spirit comes. And actually 2 are missing, but in Jesus' agenda there is no missing link. Yes. The Lord will fulfill everything according to his purpose, and he took this by road just to bring these 2 people back. As we read in Hosea 14:4, I will heal their backsliding and I will restore. Today the Lord is restoring you, your prayer life, your spiritual life, your children, your spiritual and all the material blessings you needed. Everything will be restored back. Believe today, the Lord is with you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിക്കാം.